നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ 17.5 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ. 2024-2025 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ഫിജിന മക്ക അവതരിപ്പിച്ചു. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്കും ദാരിദ്ര്യ ലഘൂകരണത്തിനും ഊന്നൽ നൽകുന്നതാണ് ബഡ്ജറ്റ്. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ജോസ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ചാണ് വൈസ് പ്രസിഡന്റ് ഫിജിന മക്കർ 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചത്. പാർപ്പിടം, വീട്, അറ്റകുറ്റപ്പണികൾ, കുട്ടികൾക്ക് സ്കോളർഷിപ്പ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിമിതമായി വിഭവ സ്രോതസ്സുകൾ വിനിയോഗിച്ച് വികസനോന്മുഖമായി ഈ ബജറ്റ് തയ്യാറാക്കുന്നതിന് അക്ഷീണം പരിശ്രമിച്ച ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയ പ്രസിഡന്റിനും സെക്രട്ടറിക്കും വികസനം, ക്ഷേമം, ആരോഗ്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും ഹെഡ് അക്കൗണ്ടിനും നിർവഹണ ഉദ്യോഗസ്ഥർക്കും അടക്കം മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രതീക്ഷിത വിഭവങ്ങളും പ്രധാന മേഖലയിലെ വകയിരുത്തലുകളും ബജറ്റിനൊപ്പം പ്രത്യേകം ചേർത്തിട്ടുണ്ട്. എല്ലാവരുടെയും വിശദമായ പരിശോധനയ്ക്കും ചർച്ചയ്ക്കും ആവശ്യമെങ്കിൽ ഭേദഗതി നിർദ്ദേശങ്ങൾക്കുമായി 2024-25 വർഷത്തെ ബജറ്റ് നിങ്ങളുടെ അനുമതിയോടെ ഞാൻ അവതരിപ്പിക്കും. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്കായി 3.5 കോടിയിലധികം രൂപയും ദാരിദ്ര്യ ലഘൂകരണത്തിനായി 1.25 കോടിയോളം രൂപയും അടക്കം 17.61 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ഇതുകൂടാതെ യുവജനക്ഷേമ പ്രവർത്തനങ്ങൾ, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം എന്നിവയ്ക്കും ഗ്രാമപഞ്ചായത്ത് ഊന്നൽ നൽകുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി അനിൽകുമാർ, അക്കൗണ്ടന്റ് CA ഹസീന, നിർവഹണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റ് അവതരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 60 കോതമംഗലം.